ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് KTM ബൈക്കുകളിൽ എങ്ങനെയാണ് ഹസാർഡ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹസാർഡ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇൻഡിക്കേറ്റർ. അപ്പോൾ കുറേ പേര് ചോദിച്ചു, ഇതിപ്പോൾ വയറിങ് കട്ട് ചെയ്യണ്ടേ, ഇല്ലെങ്കിൽ എക്സ്ട്രാ സ്വിച്ച് വരണ്ടേ, ഇൻഡിക്കേറ്റർ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ടല്ലേ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രോഡക്റ്റ്. ഇത് ഓട്ടോഫൈൻ്റെ ബ്രാൻഡ് എനിക്ക് അയച്ചു തന്നൊരു മോഡലാണ്. ഇതിൻ്റെ പേര് ഓട്ടോഫൈ ടോക്സിൻ എന്ന് പറഞ്ഞൊരു മോഡലാണിത്. അപ്പോൾ ഈ അഡാപ്റ്ററിന് മേലെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ നോക്കാം. ഹൈവേ ഇൻഡിക്കേറ്റർ ഫ്ലാഷർ ഫോർ KTM ബൈക്സ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ 4-5 ഫീച്ചർ എഴുതിയിട്ടുണ്ട്. 6 മാസം വാറണ്ടി ഉണ്ട്. അതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഷോർട്ട് സർക്യൂട്ട് പ്രൂഫാണ്. 40 പാറ്റേൺസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു USB ഒരു പെൻഡ്രൈവ് നമ്മൾ ലാപ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ കുത്തുന്ന പോലെ നമ്മുടെ വണ്ടിയിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഈസി ടു റിമൂവ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യാം. നമുക്ക് അങ്ങനത്തെ യൂസിന് പറ്റുന്നതാണ്. അല്ലാണ്ട് ഇത് വേറെ ഒരു കാര്യങ്ങളും ഇതിനകത്ത് എക്സ്ട്രാ ചെയ്യേണ്ട വരില്ല. നമ്മൾ ജസ്റ്റ് പ്ലഗ് ചെയ്യുക, അപ്പോൾ തന്നെ സംഭവം ഇൻസ്റ്റാളായി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഹസാർഡ് ഫ്ലാഷർ 40 മോഡിൽ നമുക്ക് ഫ്ലാഷർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വാട്ടർ പ്രൂഫുമാണ്, അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൂഫാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് നമ്മുടെ വണ്ടീൻ്റെ വയറിങ് കത്തിപ്പോവോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രസ് ഹിയർ എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട് ഇവിടെ. ഈ സ്വിച്ച് ഞെക്കിയിട്ട് നമുക്ക് ഓരോ പാറ്റേൺ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഫ്ലാഷറിൻ്റെ ഓരോ പാറ്റേൺസും നമുക്ക് ഇതിനകത്ത് ഞെക്കി നമുക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്കിവിടെ വരുന്നൊരു സ്റ്റോക്ക് ഒരു അഡാപ്റ്റർ റിമൂവ് ചെയ്യാം. ഇത് KTM ബൈക്കുകളിലെ ഇമൊബിലൈസർ എന്ന് പറഞ്ഞൊരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു അഡാപ്റ്ററാണ് ഇവിടെ വരുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് വരുന്ന റിലേ നമുക്ക് കണക്ട് ചെയ്യാം. ഈ സാധനം ജസ്റ്റ് അതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിന് ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലോക്ക്. ആ ലോക്ക് കറക്റ്റ് ആ സോക്കറ്റിലേക്ക് ഇറങ്ങി നിൽക്കാൻ പാകത്തിന് നമ്മളത് കറക്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഊരിപ്പോയി കഴിഞ്ഞാൽ, ഇത് റിമൂവ് ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാകുമോ വണ്ടിയുടെ മീറ്റർ ഓൺ ആവുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലഗ് ചെയ്ത് വെക്കാൻ നോക്കുക. പിന്നെ നമ്മൾ അഴിച്ചു വെച്ച ഒരു ചെറിയൊരു പീസ് ഉണ്ട്. അത് നമ്മൾ സേഫായിട്ട് എവിടെയെങ്കിലും വെക്കുക. വണ്ടിയിൽ ടൂൾസ് കൊണ്ടുനടക്കണതിൻ്റെ കൂടെ തന്നെ വെക്കുക. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് പറ്റുകയാണെങ്കിൽ നമ്മുടെ വണ്ടി വഴി കിടക്കാണ്ടിരിക്കാൻ വേണ്ടി അത് നമുക്ക് കയ്യിൽ വേണം. ഇനി ഇതെങ്ങനെയാണ് ഓണാക്കുക നമുക്കറിയണ്ടേ. അപ്പോൾ നമ്മൾ നോർമൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണ സ്വിച്ച് വെച്ചിട്ടാണ് നമ്മളിത് ഓണാക്കുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക്, സെൻറ്ററിലേക്ക് പ്രസ് ചെയ്താൽ സംഭവം ഓണാവും. അപ്പോൾ അതുപോലെ പാറ്റേൺ മാറ്റണേ ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്, സെൻറ്ററിൽ ഞെക്കി കഴിഞ്ഞാൽ പാറ്റേൺ മാറും. അപ്പോൾ നമുക്ക് പാറ്റേൺ മാറ്റണമെന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ അടിയിൽ വരുന്ന അഡാപ്റ്ററിൽ ഞെക്കിയിട്ട് വേണമെങ്കിലും പാറ്റേൺ മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന സ്വിച്ചിലും പാറ്റേൺ മാറ്റാം. ഞാനിത് നല്ല സെലോ ടേപ്പ് വെച്ചിട്ട് നന്നായി ടൈറ്റായിട്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് കയറേണ്ട. ഇത് വാട്ടർ പ്രൂഫാണ്, എന്നാലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഞെക്കിയിട്ട് വേണമെങ്കിലും പാറ്റേൺ മാറ്റാം. നമ്മൾ ഹസാർഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ നോർമൽ ഈ മോഡ് ഡീആക്ടിവേറ്റ് ആവുകയും നോർമൽ ഇൻഡിക്കേറ്റർ വരികയും ചെയ്യും. അതിനുശേഷം നമുക്ക് പിന്നെയും വേണമെങ്കിൽ ഇത് ഓൺ ആക്കാം. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത പാറ്റേൺ ഇതിനകത്ത് സേവ് ആയിരിക്കും. നമ്മൾ ഓൺ ആക്കുവാണെങ്കിൽ അവിടെ തൊട്ടായിരിക്കും വരിക. ഇതിലും റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാലും നമ്മൾ അതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. മറ്റേതാകുമ്പോൾ നമ്മൾ വയറ് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ വണ്ടിക്ക് ഭയങ്കര ഹാംഫുള്ളാണ്. അപ്പോൾ ബാറ്ററി അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ സാധനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ലോങ് റൈഡ് പോവുകയാണെങ്കിൽ ഇപ്പോൾ മറ്റു വണ്ടിയൊക്കെ ഇപ്പോൾ മഴയാണെങ്കിലും
ഫോഗാണെങ്കിലും മറ്റു വണ്ടികൾക്ക് നമ്മൾ കാണാനുള്ള വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.